എന്തോ അർത്ഥം അത്? കല്യാണം മുടങ്ങി നിൽക്കുകയാണ്. എനിക്കിവിടെ കൂട്ടില്ല. അത് അച്ചാര് പറഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് പറഞ്ഞ് മനസ്സിലായി. ഞാൻ പറയാം, ഞാൻ പറഞ്ഞു കൊടുക്കാം. അച്ഛാ, പുള്ളി പറഞ്ഞു എന്തെന്നറിയാം? എന്താ? കല്യാണം കഴിഞ്ഞ് വിഷമത്തിൽ നിൽക്കുകയില്ലേ പുള്ളി, അപ്പൊ പുള്ളിക്കൊരു കൂട്ടില്ല. അത് അച്ഛൻ തന്നെ വേണമെന്നാ പറയുന്നത്. ഞാന് ഷർട്ടില്ലാതെ തുണി നനച്ചോണ്ടിരിക്കുമ്പം എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ബൈക്കിൽ പോയിട്ട് ഹായ് അച്ചായ എന്ന് കൈയെടുത്ത് പോയപ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ അറിഞ്ഞില്ല. നീ എന്റെ അർത്ഥത്തിലാണ് പറയുന്നത്. എനിക്ക് എന്റെ വീട്ടിൽ നിന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? നിന്റെ കാട്ടി പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ നീ എന്ത് മനസ്സിലാക്കിയ? നീ അമേരിക്കയിൽ വലിയ സംസ്കാരമൊക്കെ ഉള്ള ആളായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാവാത്ത എന്താണെന്നറിയോ? മനുഷ്യരായാൽ ഒന്ന് പ്രേമിക്കണം, പ്രണയിക്കണം. അയ്യോ സാർ, അങ്ങനെ പറയരുത്. എനിക്കും ഉണ്ടായിരുന്നൊരു പ്രേമം. ഞാൻ ഒരു ചൈനക്കാരെ പ്രേമിച്ച് അങ്ങനെ എന്റെ ഫോട്ടോയും കൊണ്ട് ചൈനയിലോട്ട് പോയി. അപ്പൊ ചൈനയിലെ പെണ്ണുങ്ങൾക്ക് എല്ലാം എന്നെ വേണം. അയ്യോ എനിക്ക് ഈ ചെറുക്കനെ മതി, ഭയങ്കര അടി ബഹളവും. ഇപ്പൊ എന്റെ പേരും പറ ചൈനയിൽ അടി. അങ്ങനെ ഒരു പേര് വിട്ട് എന്തോന്ന് ചൈനീസ് വിപ്ലവം. നിനക്ക് ഇവിടെ എങ്ങനെയാണ് ശമ്പളം? നീ തരുന്ന മദ്യം കഴിച്ചിട്ട് നമ്മൾ പെരിപ്പിൽ നിൽക്കുമ്പോ നീ തന്നെ പുളുക്കഥ ആവശ്യമില്ലാത്ത കഥ. ചൈനീസ് മാപ്പിളെ ഇവർക്കൊന്നും പ്രേമത്തിന്റെ കാര്യം അറിഞ്ഞൂടാ ചായ. അതൊക്കെ എന്റെ പ്രണയം. ഞാനും എന്റെ മാമന്റെ മോളും മുമ്പ് നല്ല പ്രണയത്തിലായിരുന്നു. മാമന്റെ മോൾ അങ്ങനാ? എന്താ ഇപ്പൊ സംസാരിച്ച? മാമന്റെ മോൾ അങ്ങനാ? മാമന്റെ മോൾ, അവന്റെ മാമന്റെ മോൾ എന്ന് പറയുമ്പോ എന്റെ മാമന്റെ മോളല്ലേ? മാമന്റെ മോളെ കാര്യം പറയുമ്പോ അടിത്താടി വെളിയിലോട്ട് വരണം. മാമന്റെ മോൾ എങ്ങനെ ഒരു പാവം പിടിക്കുന്നത്? മാമന്റെ മോൾ അങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു ചായ. അങ്ങനെ എവിടെ ഞാനായിട്ട് പ്രണയത്തിലായിരുന്ന സമയത്ത് വീട്ടിൽ വെള്ളിയാഴ്ച പിരിവിന് പറഞ്ഞ അണ്ണാച്ചിയായിട്ട് ചെറിയൊരു പ്രേമം. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം ഇവർ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണമല്ലോ. ഇവ ഇടയ്ക്ക് വരുമ്പോൾ ഇവർ തുണി എടുക്കുന്ന കല്ലിന്റെ അവിടെ ഒന്ന് സംസാരിക്കുന്നു. അപ്പോഴും ഞാനും ഒന്നും മിണ്ടില്ല. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ. അങ്ങനെ ഒരു വെള്ളിയാഴ്ച അവർ രണ്ടുപേരും ഒളിച്ചോടി അങ്ങ് പോയി. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർക്ക് ഇനി 4 കൊച്ചുങ്ങളായാലേ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. ഇതാണ് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. നമ്മൾ ആണുങ്ങൾ നമുക്ക് പെട്ടെന്ന് സ്നേഹിക്കാം. ഒരു 400 കൊടുത്ത് ഒരു മരുന്ന് മേടിച്ചു കൊടുത്ത് ആണുങ്ങളെ പെട്ടെന്ന് സ്നേഹിക്കാം. പക്ഷേ ഈ പെണ്ണുങ്ങൾക്ക് 5000 രൂപ സാരിയോ ചുരിദാറും മേടിച്ചു കൊടുത്ത് ഐസ്ക്രീം മേടിച്ചു സിനിമയും കളിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് സ്നേഹം വരില്ല. ഇവളൊക്കെ നമ്മളെ തേച്ച് ഒട്ടിച്ചിട്ട് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ പോകാൻ പാടില്ല. സ്ത്രീകളുമായിട്ട് സമ്പർക്കത്തിൽ നമ്മൾ ഏർപ്പെടരുത്. അല്ലേ, നമ്മൾ അവരുടെ ഭാഗത്തേക്ക് പോകരുത്. നമ്മൾ മാറി നടക്കണം. അങ്ങനല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഒരു സ്ത്രീ ശരിയല്ല. അമ്മാ ലിസി വന്നാ? ഞാൻ അങ്ങോട്ട് വരാം. വരാമ്മ. പെണ്ണുമ്പിള്ളയും കൊച്ചുങ്ങളും വീട്ടിൽ വന്നടാ. അല്ല, ഈ ചാനലിൽ പറഞ്ഞ പെണ്ണുങ്ങളെ നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ അടുത്ത് പോരെന്ന് പറഞ്ഞത് അത് വേറെയുള്ള പെണ്ണുങ്ങളാ. എന്റെ പെണ്ണുമ്പിള്ളയും കൊച്ചുങ്ങളെ എനിക്ക് കണ്ടേ. എനിക്ക് പറ്റൂല. അവരുടെ അടുത്ത് കിടന്നേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ കാണാം. ഓക്കെ ഇച്ചായ, അപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഉണ്ടേസിക്കും. അത് കുഴപ്പമില്ല. വിളിക്കുന്നത് വരെ നീ ഇവിടെ നിന്ന് കളിയടാ. ആ പന്നം പോക്കണ്ട പന്ന. അയ്യോ, ഇച്ചായനെ പന്നാന്നൊന്നും വിളിക്കരുത്, പാവമാണ്. ഇച്ചായനെ പന്നാന്ന് വിളിക്കുന്ന പാവമെന്നാ? എടോ, നിങ്ങളെ കല്യാണത്തിൽ മദ്യപിക്കുന്നവർ പ്രവേശിക്കുന്ന എഴുതി വെച്ച ആരാ? ആ പോയ അച്ചായ. എന്നിട്ട് നിനക്ക് ഇത് നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്ന? ഞാൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ക്ലൈമാക്സ് എന്തോ പറയുമായിരുന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.